കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിക്കെതിരെ ഹൈക്കോടതി. PR അരവിന്ദാക്ഷനും CK ജിൽസും കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് രണ്ട് പ്രതികൾക്കും ജാമ്യം നൽകുന്നതെന്നും ഹൈക്കോടതി. ഇരുവർക്കും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുന്നത്. ശ്യാം ദേവരാജു ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശ്യാം, ഇത്രയധികം മാസങ്ങൾക്ക് ശേഷവും ഇഡിക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണോ കോടതി വിധിയിലൂടെ വ്യക്തമാക്കുന്നത്? വിനിത, വളരെയധികം അങ്ങേയറ്റം വലിയ രീതിയിൽ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ്. ആ കേസിലെ 15ഉം 16ഉം പ്രതികളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളാണ് PR അരവിന്ദാക്ഷനും CK ജിൽസും. PR അരവിന്ദാക്ഷൻ എന്നത് CPIM നേതാവാണ്, വടക്കാഞ്ചേരി നഗരസഭാംഗം കൂടിയാണ്. CK ജിൽസ് അവിടുത്തെ മുൻ ബാങ്ക് അക്കൗണ്ടന്റ് കൂടിയാണ്. ഇങ്ങനെയുള്ള രണ്ടുപേരാണ് കഴിഞ്ഞ 14 മാസമായി റിമാൻഡിൽ കഴിയുന്നത്. അവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് അതിൽ ഇഡിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. PR അരവിന്ദാക്ഷനും CK ജിൽസും കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ട് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രണ്ട് പ്രതികൾക്കും ജാമ്യം നൽകുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. PR അരവിന്ദാക്ഷനും CK ജിൽസിനും ജാമ്യം നൽകിയ ഉത്തരവിലാണ്, അതിന്റെ 26ാമത്തെ പാരഗ്രാഫിലാണ്, ഖണ്ഡികയിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇവർക്കെതിരായ ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിചാരണ വിദൂര സാഹചര്യത്തിലൊന്നും വിചാരണ തുടങ്ങാനുള്ള സാധ്യതയില്ല എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ്. അതായത് ശ്യാം, ഈ തട്ടിപ്പിന്റെ സൂത്രധാരന്മാരിൽ പ്രധാനികളാണ് അരവിന്ദാക്ഷനും ജിൽസും എന്ന ഇഡിയുടെ വാദങ്ങൾ ഖണ്ഡിക്കുകയാണോ കോടതി? ഇഡിയുടെ വാദങ്ങൾ ആ രീതിയിൽ ഇഡി ഉന്നയിച്ച വാദങ്ങൾ പൊളിയുകയാണ് എന്ന് പറയാം. കാരണം PMLA നിയമം, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്ന നിയമം, ആ നിയമത്തിന്റെ 45ാം വകുപ്പ് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇരട്ട വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ ഒരു പ്രതിക്ക് ജാമ്യം നൽകാനാകൂ. അതായത് കോടതി മനസ്സർപ്പിച്ച് തീരുമാനിച്ചാൽ പോലും ജാമ്യം നൽകാനാകില്ല എന്നതാണ് ഈ PMLA നിയമത്തിലെ 45ാം വകുപ്പിന്റെ വ്യവസ്ഥ. അതിലൊന്നാമത്തേത് ഈ പ്രോസിക്യൂഷന് മതിയായ അവസരം നൽകണം. രണ്ടാമത്തേത് ആ പ്രതി ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് കരുതാൻ മതിയായ കാരണങ്ങളുണ്ടാകണം. അങ്ങനെ 45ാം വകുപ്പിന്റെ 2ാം വ്യവസ്ഥ പാലിച്ചാണ് ഹൈക്കോടതി CK ജിൽസിനും PR അരവിന്ദാക്ഷനും ജാമ്യം നൽകുന്നത്. അതായത് രണ്ടുപേർക്കുമെതിരെ മതിയായ തെളിവുകളില്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. അതായത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഒരു വിധി പ്രസ്താവമായി ഇന്നത്തെ ജാമ്യാപേക്ഷയിലെ വിധിയെ നമ്മൾ കാണണമല്ലേ? കാരണം പ്രധാന സൂത്രധാരൻ എന്ന് പറയുന്ന പ്രധാന പ്രതികൾ എന്ന് പറയുന്ന അരവിന്ദാക്ഷനും ജിൽസിനും വരെ ഈ കുറ്റം ചെയ്തതായി അവർ കരുതാൻ തക്ക തെളിവില്ല എന്നാണ് കോടതി പറയുന്നത്, അല്ലെങ്കിൽ കാരണമില്ല എന്നാണല്ലോ കോടതി പറയുന്നത്. അങ്ങനെ കരുതുന്നത് കൊണ്ടാണ് അവർക്ക് ജാമ്യം നൽകാൻ ഹൈക്കോടതി തയ്യാറാവുന്നത്, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തയ്യാറാകുന്നത്. കാരണം രണ്ടുപേർക്കുമെതിരെ ഇതാണ് ആ സെന്റൻസ് കൃത്യമായി പറയുന്നത്. വിധിന്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? PR അരവിന്ദാക്ഷനും CK ജിൽസും കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ട് എന്നാണ്. അതായത് പ്രതിഭാഗം ഉന്നയിക്കുന്ന പല വാദങ്ങളും ഹൈക്കോടതി അത്തരമൊരു അനുമാനത്തിലേക്ക് എത്തുന്നത്. അത് ഇഡിക്കെതിരെ ഹൈക്കോടതി എടുക്കുന്ന നിലപാടാണ്. അല്ലെങ്കിൽ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വീകരിക്കുന്ന ഒരു സുപ്രധാനമായ നിലപാടാണ്. അത് PR അരവിന്ദാക്ഷന്റെയും CK ജിൽസിന്റെയും ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി അതിന്റെ 26ാമത്തെ ഖണ്ഡികയിൽ ഇത്തരമൊരു നിരീക്ഷണം വ്യക്തമാക്കുന്നത്. PR അരവിന്ദാക്ഷനും CK ജിൽസും കുറ്റം ചെയ്തിട്ടില്ലെന്ന് കണക്കാക്കാൻ മതിയായ കാരണങ്ങളുണ്ട് എന്നാണ് ഹൈക്കോടതി അതിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇവർക്കെതിരായ ചുമത്തിയിട്ടുള്ള വകുപ്പുകളിലുള്ള അന്വേഷണം സമീപ ഭാവിയിലൊന്നും തീരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടുള്ള വിചാരണ അടുത്ത കാലത്തൊന്നും ആരംഭിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയുള്ള രണ്ട് പ്രതികളെ അനന്തകാലത്തോളം ജയിലിലിടുന്നത് നീതിപൂർവമല്ല എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. വിചാരണ സമീപകാലത്തൊന്നും തുടങ്ങാനുള്ള സാധ്യതയില്ല. ഈ സാഹചര്യത്തിൽ അവർക്ക് ജാമ്യം ജാമ്യവിധിയിൽ പറയുന്നത്. ശ്യാം ദേവരാജ്, അരവിന്ദാക്ഷനെ ഇഡി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു യന്ത്രം പോലെയാണ് അരവിന്ദാക്ഷൻ പ്രവർത്തിച്ചത് എന്നതാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള കേസ് അന്വേഷണത്തിൽ ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങൾ എത്രത്തോളം നിർണായകമാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്?
തുടർന്നങ്ങോട്ട് വിചാരണ ആരംഭിക്കുമ്പോഴാണ് അതൊരുപക്ഷെ അങ്ങേയറ്റം നിർണായകമാകുക. ഹൈക്കോടതിയുടെ ഈ വിധി സാധാരണഗതിയിൽ ജാമ്യാപേക്ഷയിലെ ഒരു നിരീക്ഷണം അതിന് വിചാരണയിൽ ബാധകമാകാൻ പാടില്ല, അല്ലെങ്കിൽ അത് വിചാരണ കോടതി വിധിക്ക് മുന്നിൽ അതൊരു പരാമർശമായി അതിന് മുകളിൽ നിലനിൽക്കാൻ പാടില്ല. പക്ഷേ PR അരവിന്ദാക്ഷനും CK ജിൽസനും ആശ്വാസകരമായ ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. അത് PMLA നിയമത്തിൻ്റെ 45-ാം വകുപ്പ് പറയുന്ന ഇരട്ട വ്യവസ്ഥകൾ പാലിച്ചാണ്. അതിനനുസൃതമായാണ് PR അരവിന്ദാക്ഷനും CK ജിൽസനും ഈ രീതിയിൽ ജാമ്യം ലഭിക്കുന്നത്. ഇരട്ട വ്യവസ്ഥകളിലൊന്ന് അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണക്കാക്കാനുള്ള മതിയായ കാരണം അത് കോടതിക്ക് ബോധ്യപ്പെടണമെന്നതാണ്. അങ്ങനെ കോടതിക്ക് ബോധ്യപ്പെടുന്നു. ആ സാഹചര്യത്തിൽ CK ജിൽസനും PR അരവിന്ദാക്ഷനും ജാമ്യം നൽകുന്നുവെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അത് ആ ഉത്തരവിൻ്റെ 26-ാമത്തെ പാരഗ്രാഫിലാണ്, ഖണ്ഡികയിലാണ് അത്തരമൊരു സുപ്രധാനമായ കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത് ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നേരത്തെ വിനീത സൂചിപ്പിച്ച 2 മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് PR അരവിന്ദാക്ഷൻ എന്നായിരുന്നു EDയുടെ വാദം. നിരവധിയായ തവണ PR അരവിന്ദാക്ഷനെതിരെയുള്ള തെളിവുകളടക്കം ED പല ഘട്ടങ്ങളിൽ വിടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ്, അതായത് 2023 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് PR അരവിന്ദാക്ഷനും CK ജിൽസും EDയുടെ കസ്റ്റഡിയിലാകുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, തുടർന്ന് റിമാൻഡിലേക്ക് പോകുന്നത്. 2 തവണയാണ് ഈ PR അരവിന്ദാക്ഷൻ്റെയും CK ജിൽസിൻ്റെയും ജാമ്യാപേക്ഷ വിചാരണ കോടതി തള്ളുന്നത്. അതിനുശേഷം ആ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ PR അരവിന്ദാക്ഷന് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. അത് 10 ദിവസത്തെ ജാമ്യമാണ്. അതിനിപ്പുറത്തേക്കാണ് ജാമ്യാപേക്ഷയുമായി, ആ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി PR അരവിന്ദാക്ഷനും CK ജിൽസിനും ജാമ്യം നൽകുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണം എന്നത് ഇത് തന്നെയാണ്. PR അരവിന്ദാക്ഷനും CK ജിൽസും കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണക്കാക്കാൻ മതിയായ കാരണങ്ങളുണ്ട് എന്നാണ്. അതായത് പല ഘട്ടങ്ങളിലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് മറ്റു പല സാമ്പത്തിക ട്രാൻസാക്ഷനെയും സാമ്പത്തിക ഇടപാടുകളെയും അവർ ഈ ബാങ്കിൻ്റെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിച്ച് കുറ്റകൃത്യമാക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു CK ജിൽസിൻ്റെയും PR അരവിന്ദാക്ഷൻ്റെയും അഭിഭാഷകർ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം. അത് എല്ലാ ഘട്ടത്തിലും ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ ആ വാദമാണ് ഉയർത്തിയത്. എന്നാൽ ED പറഞ്ഞത് ഇവർക്കെതിരെ കൃത്യമായ തെളിവുണ്ട് എന്നാണ്. ആ തെളിവുകൾ ഇവർ ആ കുറ്റകൃത്യത്തിൻ്റെ, അതായത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് PR അരവിന്ദാക്ഷനും സതീഷ് കുമാറും എന്നാണ് ആ ഘട്ടങ്ങളിലെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് PR അരവിന്ദാക്ഷന് ജാമ്യം ലഭിക്കുന്ന വിധിന്യായം, അതിൻ്റെ ഉത്തരവ് പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് രണ്ടുപേരും PR അരവിന്ദാക്ഷനും CK ജിൽസും കുറ്റം ചെയ്തു എന്ന് കണക്കാക്കാൻ മതിയായ കാരണങ്ങളില്ല എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. അത് രണ്ടുപേരെയും സംബന്ധിച്ച് ഈ പ്രതിപ്പട്ടികയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കുറ്റപത്രത്തിൽ ആകെ ഏതാണ്ട് 55 പ്രതികളുണ്ട്. 55 പ്രതികളിൽ 15 തുടരുക. ഇപ്പോൾ ജെയ്സൺ ചാമോളപ്പിൽ കൂടി ചേരുന്നു. ജെയ്സൺ, കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അത് വലിയ ചർച്ച ചെയ്താണ്. ആ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞ ED പ്രതിപട്ടികയിൽ ചേർത്ത 2 പേർക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ, കുറ്റക്കാരെന്ന് പറയുന്നതിന് കൃത്യമായി കഴിയില്ല എന്നതുൾപ്പെടെയാണ് ഈ ജാമ്യവിധിയിൽ വന്നിരിക്കുന്ന പരാമർശം, കോടതിയുടേത് വന്നിരിക്കുന്ന നിരീക്ഷണം. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇത് എത്രത്തോളം നിർണായകമാകും, വിചാരണയിൽ എത്രത്തോളം നിർണായകമാകുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. രാഷ്ട്രീയമായി തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്ര മാസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു നിരീക്ഷണം കൂടി വരുന്നത് ആശ്വാസകരം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരില്ലേ? വിനിത, തീർച്ചയായും CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു കേസായിരുന്നു കരുവന്നൂർ കേസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാൻ പ്രധാനമന്ത്രി പോലും ശ്രമിച്ച ഒരു കേസായിരുന്നു എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. CPM തൃശ്ശൂർ ജില്ലയിൽ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു കരുവന്നൂർ കേസ്. നിരവധി തട്ടിപ്പുകൾ അതിലൂടെ പുറത്തു വന്നു, നിരവധി പേർ അറസ്റ്റിലായി. പക്ഷേ അതൊന്നും നേരിട്ട് CPM-നെ ബാധിച്ചിരുന്നില്ല. പക്ഷേ CPM-നെ നേരിട്ട് ബാധിച്ചത് വടക്കാഞ്ചേരിയിലെ കൗൺസിലറായ അരവിന്ദാക്ഷൻ്റെ അറസ്റ്റ്
അറസ്റ്റായിരുന്നു. അത് വലിയ പ്രതിസന്ധി തൃശ്ശൂരിലുണ്ടാക്കി. സംസ്ഥാന നേതൃത്വം പോലും വലിയ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. ഇതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരു പരാമർശമാണ് ഒരുപക്ഷെ ഹൈക്കോടതിയുടെ പരാമർശം എന്ന് പറയേണ്ടി വരും. അന്ന് അരവിന്ദാഷിൻ്റെ മാതാവിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തിയിരുന്നു. അരവിന്ദാഷിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലൂടെ 60 ലക്ഷം രൂപ എന്നടക്കമുള്ള നിരവധി ആരോപണങ്ങൾ അന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉയർന്നു വന്നിരുന്നതാണ്. പക്ഷേ അതെല്ലാം ശരിയല്ല, അതെല്ലാം തെറ്റായ രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങളായിരുന്നു എന്ന സൂചന നൽകുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അത് നേരത്തെ ശ്യാം ദേവരാജ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു പല സാമ്പത്തിക ഇടപാടുകളെയും ഈ കേസുമായി കൂട്ടിയിണക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രധാനമായും ശ്യാം ദേവരാജ് നേരത്തെ കോടതി ഉത്തരവിൽ പരാമർശിക്കുന്ന രീതിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഏതായാലും CPM-ന് ഒരു ആശ്വാസമാണ് അരവിന്ദാഷിൻ്റെ ജാമ്യവും അതോടൊപ്പം തന്നെ അരവിന്ദാഷിനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന ഈ പരാമർശങ്ങളും. വിനിത, ശരി. ജെയ്സൺ ശ്യാമോളപ്പനും ശ്യാം ദേവരാജുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.